Hello students, now we are going to do the last problem associated with the chord in terms of given points. Here, chord in terms of midpoints is applied. A tangent to the hyperbola cuts the ellipse at P and Q. Both hyperbola and ellipse having standard equations. We have to find the locus of midpoints of PQ. Sometimes show that the locus of midpoints of PQ is curvature than. അപ്പോൾ അതൊന്നില്ലെങ്കിലും നിങ്ങൾ ചെയ്യാൻ അറിയണം. അതൊന്നും ഞാനിപ്പോൾ ആൻസർ എഴുതുന്നില്ല. ഇവിടെ ബുക്കിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ആൻസർ എഴുതിയിട്ടുണ്ട്. So we have a line which is tangent to the hyperbola and cuts the ellipse. Cuts the ellipse means it is a chord of the ellipse. Cuts the ellipse at P and Q. So let us plot the hyperbola. The hyperbola is like this. X square by a square plus y square by v x square by a square minus y square by v square equal to 1 ആണെങ്കിൽ ആക്സിസ് എങ്ങനെ ആയിരിക്കും? Then tangent to the hyperbola അതിങ്ങനെ വരച്ചു വരുമ്പോൾ ഇങ്ങനെ പോകും. Let it cut the ellipse x square by a square plus y square by v square equal to 1 at P and Q. ടാൻജന്റ് വരച്ച് കഴിയുമ്പോൾ എലിപ്സിലെ രണ്ട് പോയിന്റിൽ വെയിറ്റ് ചെയ്യും. അതാണ് പി എം ക്യൂ ഇവിടെ തന്നിരിക്കുന്നത്. Then we have to find the locus of midpoints of such PQ. ഇതുപോലുള്ള PQസിന്റെ മിഡ്പോയിന്റ്സിന്റെ ലോക്കസ് ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. മിഡ്പോയിന്റ്സിന്റെ ലോക്കസ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. Let x1 y1 be the midpoint of അത് ബേസിക്കലി ടാൻജന്റ് ടു ദ ഹൈപ്പർബോള ആണ്. ടാൻജന്റ് ടു ഹൈപ്പർബോള and cuts the ellipse at P and Q. The ellipse at P and Q. If it cuts the ellipse at P and Q, PQ is definitely a chord of the ellipse. Ellipse in the chord ആണ് PQ. Chord of ellipse with the midpoint x1 y1 midpoint ആയിട്ടുള്ള എലിപ്സിന്റെ കോഡാണ് അപ്പോൾ PQ. അതുകൊണ്ട് PQ തന്നെയാണ് ടാൻജന്റ് ടു ദ ഹൈപ്പർബോള. PQനെ എലിപ്സിന് പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴാണ് ഹൈപ്പർബോളയുടെ ടാൻജന്റ് ആകുന്നത്. സോ ഇക്വേഷൻ ഓഫ് ദ കോഡ് വിത്ത് x1 y1 as midpoint is chord of the ellipse x1 divided chord with the midpoint t1 equal to s1 form ആണ്. x1 divided by a square plus y1 divided by v square equal to t1 equal to s1 x1 square divided by a square plus y1 square divided by v square. And this same line is a tangent to the hyperbola. ഇതിനെ ഇക്വേഷൻ 1 എന്ന് വിളിച്ചാൽ ഇത് തന്നെയാണ് ഹൈപ്പർബോളയുടെ ടാൻജന്റ്. ഹൈപ്പർബോളയുടെ ടാൻജന്റിന്റെ ഫോം എഴുതിയിട്ട് വേണം ചെയ്യാം. അല്ലെങ്കിൽ ഹൈപ്പർബോളയുടെ ടാൻജന്റ് സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻ ഉണ്ട്. If this is of the form y equal to mx plus c, ഹൈപ്പർബോളയുടെ ടാൻജന്റ് ആണെങ്കിൽ c square equal to a square m square minus b square എന്നുള്ള കണ്ടീഷൻ ആണ്. So we can write 1 in the form y equal to mx plus c. അതാണ് ഇവിടെ ചെയ്യുക. അല്ലെങ്കിൽ ഹൈപ്പർബോളയുടെ ടാൻജന്റിന്റെ ഇക്വേഷൻ എഴുതിയിട്ട് ഇത് തമ്മിൽ ഐഡന്റിക്കൽ ലൈൻസ് ആണെന്ന് ഉപയോഗിച്ചാലും മതി. ഇതിനെ നമ്മൾ ഇപ്പോൾ y equal to mx plus c ഫോമിൽ എഴുതുകയാണ്. അങ്ങനെ എഴുതിയാൽ y1 by b square, അവിടെ നിന്ന് y എഴുതണമെങ്കിൽ y equal to b square divided by y1 into x1 square by a square plus y1 square by b square minus x1 divided by a square എന്ന് എഴുതാം. അപ്പൊ ഇവിടെ ഒന്ന് y equal to mx plus c, എമ്മും സിയും ഐഡന്റിഫൈ എഴുതിയാൽ മതി. ഇതിനെ തന്നെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ വേണമെങ്കിൽ. അപ്പൊ എങ്ങനെയാവും? ബി സ്ക്വയർ ബൈ y1 ഇൻറ്റു x1 സ്ക്വയർ ബൈ a സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ ബൈ b സ്ക്വയർ കോൺസ്റ്റന്റ് x ഉള്ള ടൈം ഇത് മൈനസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ a സ്ക്വയർ minus b square x1 divided by a square y1 into x
പിന്നത്തെ എല്ലാം കോൺസ്റ്റന്റ് പ്ലസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ y1 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യേണ്ട കാര്യമില്ല ഇൻറ്റു x1 സ്ക്വയർ ബൈ a സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ ബൈ ബി സ്ക്വയർ എന്നുള്ളത് കോൺസ്റ്റന്റ്. സോ m ഈക്വൽ ടു minus b square x1 divided by a square y1 coefficient of x and c equal to b square by y1 into 3 ആണ് കോൺസ്റ്റന്റ് ഇതിൽ വേരിയബിൾ ഇല്ല b square by y1 into x1 square divided by a square plus y1 square divided by b square. This is equation 1 itself in the form y equal to mx plus c. ഈ ലൈൻ തന്നെ ഇപ്പൊ എലിപ്സിന്റെ ടാൻജന്റ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എലിപ്സിന്റെ ടാൻജന്റ് ആവണമെങ്കിൽ എന്താ കണ്ടീഷൻ? എലിപ്സിന്റെ ടാൻജന്റ് ആവണമെങ്കിൽ y ഈക്വൽ ടു mx പ്ലസ് c, എലിപ്സിന്റെ ടാൻജന്റ് ആവണമെങ്കിൽ c സ്ക്വയർ ഈക്വൽ ടു a സ്ക്വയർ m സ്ക്വയർ മൈനസ് b സ്ക്വയർ എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പൊ ഇവിടുത്തെ c b സ്ക്വയർ ബൈ y1 ഇൻറ്റു x1 സ്ക്വയർ ബൈ a സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ ബൈ b സ്ക്വയർ ആണ്. c സ്ക്വയർ എന്ന് പറയുന്നത് b raised to 4 divided by y1 square into x1 square divided by a square plus y1 square divided by b square whole square equal to a square m square. a square m square എടുക്കുമ്പോൾ മൈനസ് സൈനും പൊക്കോളും. b raised to 4 x1 square divided by a raised to 4 y1 square a square m square minus b square മൈനസ് ബി സ്ക്വയറിന് അങ്ങനെ തന്നെ എഴുതിയാൽ മതി. സോ ദിസ് ഈസ് ബി റൈസ് ടു 4 x1 സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ y1 സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. So we can write x1 square by a square plus y1 square by b square whole square. അവിടെ എഴുതി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. x1 square by a square x1 square by a square plus y1 square by b square whole square. അതാ എഴുതുന്നെങ്കിൽ മറ്റേ ടൈം റൈറ്റ് സൈഡിലേക്ക് പോകണം. സോ y1 square divided by b raised to 4 into b raised to 4 x1 square divided by a square y1 square minus b square എന്ന് എഴുതാം. And this is equal to y1 square cancel ചെയ്യും, b raised to 4 ഉം cancel ചെയ്യും. So we get x1 square divided by a square. Second table minus y1 square divided by b square പൊക്കത്തിലുണ്ട്, b raised to 4 താഴെ ഉണ്ട്, b square എന്ന് കിട്ടും. So locus of x1 y1, midpoints of chords of ellipse which are tangents to the hyperbola satisfy this condition. Midpoint x2 y2 ആണെങ്കിൽ x2 square by a square plus y2 square by b square whole square equal to x2 square by a square minus y2 square divided by b square എന്ന് കിട്ടും. സോ ലോക്കസ് ഓഫ് x1 y1 ഇതുപോലത്തെ പോയിന്റ് കിടക്കുന്ന കർവ് പറയാൻ നമുക്ക് xy എന്ന് x1 y1 x2 y2 അതിനൊക്കെ പകരം എഴുതിയാൽ മതി. സോ x square by a square plus y square by b square whole square equal to x square divided by a square minus y square by b square. This line, this curve is the locus of midpoints of chords of the ellipse which are tangent to the hyperbola. ഹൈപ്പർബോളയും എലിപ്സും ഒക്കെ സ്റ്റാൻഡേർഡ് ഫോമിൽ തന്നെ വന്നിരിക്കുന്നു. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇതായിരുന്നു ഫില്ല് ചെയ്യേണ്ടത്. ഷോ ദാറ്റ് ദ ലോക്കസ് ഈസ്, ഇതായിരുന്നു ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ആൻസർ തന്നാലും പ്രൂവ് ദാറ്റ് എന്ന് തന്നാലും ഫൈൻ എന്ന് തന്നാലും ചെയ്യാൻ പാകുന്നത് കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, താങ്ക് യു.